ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ക്രിയേച്ചർ എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ക്യൂട്ടും ക്യൂരിയസുമായിട്ടുള്ള ഫെററ്റ് എന്ന പെറ്റിനെ കുറിച്ചാണ്. ഫെററ്റ് നമ്മുടെ നാട്ടിൽ അപൂർവമായുള്ള പെറ്റാണെങ്കിലും വിദേശത്ത് വളരെ പ്രശസ്തമാണ്. എങ്കിൽ ഫെററ്റ് എന്ന ജീവി ആരാണ്? ഇവരെ പെറ്റായി വയ്ക്കാമോ? ഇവയുടെ ശീലങ്ങൾ എന്തെല്ലാമാണ്? ഇതെല്ലാം നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഫെററ്റ് എന്ന് പറയുന്നത് ചെറുതും നീണ്ട ശരീരവുമുള്ള ഒരു സസ്തനിയാണ്. ഇവർ മസ്റ്റലിഡി എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്നവരാണ്. മിക്ക ഫെററ്റ്സിനുമുള്ളത് ആൽബിനോ, സേബിൾ, ബ്ലാക്ക് ഫൂട്ടഡ് തുടങ്ങിയ കളേഴ്സാണ്. ഇതിൽ ആൽബിനോയ്ക്ക് വെളുത്ത നിറവും ചുവന്ന കണ്ണുകളുമാണ്. ഇവയുടെ ശരാശരി നീളം മൂക്കു മുതൽ വാൽ വരെ ഏതാണ്ട് 18 ഇഞ്ച് വരെ വരും. ശരാശരി വെയ്റ്റ് 1 മുതൽ 2 കിലോ വരെയും. ഇവയുടെ ശരീരം വളരെയധികം ഫ്ലെക്സിബിളാണ്. അതുകൊണ്ട് തന്നെ ഈസിയായി ഇവയ്ക്ക് ചെറിയ ദ്വാരങ്ങളിലൂടെ കയറാൻ കഴിയും. ഇവയെ ഇന്ത്യയിൽ വളർത്തുന്നതിന് നിയമപരമായി യാതൊരു പ്രശ്നവുമില്ല. ഇവയുടെ സ്വദേശം കാനഡയാണ്. സൗത്ത് അമേരിക്കയിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. ഇനിയൊരു പ്രധാന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഫെററ്റിനെ നമുക്ക് പെറ്റായി വളർത്താൻ പറ്റുമോ എന്നതാണ്. തീർച്ചയായും കഴിയും. പക്ഷേ ഇവ പട്ടികളെയും പൂച്ചകളെയും പോലുള്ള ജീവികളല്ല. ഇവയെ വളർത്താൻ തുടങ്ങിയാൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ഇവയ്ക്ക് ആവശ്യമാണ്. ഫെററ്റ് സജീവമായി ഇരിക്കുന്ന സമയത്ത് ഇവയ്ക്ക് ഒരു കേജ് കൊണ്ട് മാത്രം മതിയാകില്ല. അവർക്ക് ഫ്രീ ആയി നടക്കാനുള്ള ഇടം കൂടി വേണം. ഒരു ദിവസം കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും ഫെററ്റിനെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കി ഓടാനും ആസ്വദിക്കാനും വിടേണ്ടത് അത്യാവശ്യമാണ്. ഫെററ്റുകൾ ഉറങ്ങാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു ദിവസം ശരാശരി 14 മുതൽ 18 മണിക്കൂർ വരെ ഇവർ ഉറങ്ങാറുണ്ട്. പക്ഷേ ഇവരുടെ ആക്റ്റീവ് ടൈം വളരെ എനർജറ്റിക് ആണ്. പൊതുവെ ഇവർ ട്വൈലൈറ്റ് ടൈം, അതായത് വൈകുന്നേരങ്ങളിലും രാവിലെ സമയങ്ങളിലുമാണ് കൂടുതൽ ആക്റ്റീവായിരിക്കുന്നത്. ഇവയുടെ ഈ സ്വഭാവത്തെ ക്രിപ്പസ്കുലർ എന്നും പറയും. ഇവയെ ഒരുപാട് ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് അവർ മനുഷ്യരെ വിശ്വസിക്കുകയുള്ളൂ. ഫെററ്റ് ഒരു കാർണിവറസ് ആനിമലാണ്. അതായത് ഇവ എന്തും കഴിക്കും. മീറ്റാണ് ഇവരുടെ പ്രധാന ആഹാരം. ചിക്കൻ, ടർക്കി, ബീഫ്, ഫെററ്റ്സിനായുള്ള പ്രത്യേക ഫുഡുകൾ ഇവയെല്ലാം ഇവയ്ക്ക് നൽകാവുന്നതാണ്. ഇവയ്ക്ക് ഫിഷ് കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യാം. കാരണം ഇവയ്ക്ക് സ്മെൽ ഒപ്പം ഡൈജഷൻ പ്രോബ്ലംസും വരാം. ഇവയ്ക്ക് റോ ഫുഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ആൻഡ് ഹൈജീൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പഞ്ചസാര ഉള്ള ഭക്ഷണവും പാലുൽപ്പന്നങ്ങളും ബ്രെഡും ഫെററ്റ്സിന് കൊടുക്കരുത്. ഇത് ഇവർക്ക് ഹാനികരമാണ്. ഫെററ്റ് ക്ലീൻ ആണെന്ന് തോന്നാമെങ്കിലും
ഇവർക്ക് ബോഡി ഓഡർ, അതായത് ശരീര ദുർഗന്ധം ഉണ്ടാവാം. കാരണം ഇവയ്ക്ക് സെൻറ്റ് ഗ്ലാൻഡ്സ് ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഇവയ്ക്ക് ബോഡി ഓഡറിൻ്റെ സർജറികൾ വരെ ചെയ്യാറുണ്ട്. പക്ഷേ അതിന് കുറേ എത്തിക്കൽ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. ഇവയെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ് സ്മെൽ. മീറ്റിംഗ് സീസൺ ആകുമ്പോൾ മെയിൽസിന് സ്മെൽ കൂടുതലായിരിക്കും. ഫീമെയിൽ ഫെററ്റിനെ ആകർഷിക്കാനായി മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ മണം. അതുകൊണ്ട് തന്നെ വീടിനകത്ത് ഇവയെ വളർത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫെററ്റ്സ് വളരെ ഉറക്കപ്രിയരാണ്. ഇതാണ് ഇവയെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ദിവസത്തിൽ 14 മുതൽ 16 മണിക്കൂർ വരെയെങ്കിലും ഇവർ ഉറങ്ങും. ചില സമയങ്ങളിൽ ഇവയുടെ ഉറക്കം കണ്ടാൽ ഇവ മരിച്ചെന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഇത് ഇവയുടെ ഒരു സ്വഭാവമാണ്. ഇവ വർഷത്തിൽ 2 പ്രാവശ്യം ബ്രീഡ് ചെയ്യും. ഒരു പ്രസവത്തിൽ തന്നെ 4 മുതൽ 6 വരെ കുഞ്ഞുങ്ങളെ ലഭിക്കാറുണ്ട്. ഫെററ്റുകളിൽ മേറ്റിംഗ് സീസൺ പൊതുവെ മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ ആയിരിക്കും. ഫീമെയിൽ ഫെററ്റിനെ ജിൽ എന്നാണ് വിളിക്കുന്നത്. മെയിൽ ഫെററ്റിന് ഹോബ് എന്നും വിളിക്കും. ഫീമെയിൽ ഫെററ്റ് ഒരിക്കൽ ഹീറ്റായാൽ മീറ്റിംഗ് ആകാതെ കൂടുതൽ ദിവസം പോകുന്നത് ഇവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കും പലപ്പോഴും ജീവന് അപകടം വരാനും കാരണമാകും. അതിനാൽ കൃത്യസമയത്ത് മീറ്റിംഗ് നടക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവയുടെ ഗർഭകാലം ഏകദേശം 40 മുതൽ 44 ദിവസങ്ങൾക്കിടയിലാണ്. 6 കുഞ്ഞുങ്ങൾ വരെ ഒറ്റ പ്രസവത്തിൽ ലഭിക്കും. പുതിയ കുഞ്ഞുങ്ങളെ കിറ്റ് എന്നാണ് വിളിക്കുന്നത്. പിറന്ന ശേഷം കുഞ്ഞുങ്ങൾ പൂർണ്ണമായും അമ്മയുടെ പാലിൽ ആശ്രയിച്ചിരിക്കും. 3-4 ആഴ്ചയ്ക്കുള്ളിൽ കാഴ്ചശക്തി വരും. പിന്നെ ഇവർ പൂർണ്ണമായും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും. 6 ആഴ്ചയോടുകൂടി അവ സ്വയം ഭക്ഷണം കഴിക്കാനും കളിക്കാനും തുടങ്ങും. ആ സമയത്ത് ഇവയെ വേർപെടുത്താവുന്നതാണ്. ഇവയ്ക്ക് ഡയറക്റ്റ് സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രശ്നമാണ്. അതുകൊണ്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. കൃത്യമായ പരിചരണത്തോടുകൂടി ഇവയെ വളർത്തുകയാണെങ്കിൽ ഇവയുടെ ജീവിത കാലയളവ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഇവ നോൺ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് തന്നെ മീറ്റാണ് കൂടുതലും കഴിക്കുന്നത്. അത് ഇവയ്ക്ക് ഫാറ്റ് കൂടാനുള്ള സാധ്യതയുണ്ടാക്കും. അതിനാൽ തന്നെ ഇവയ്ക്ക് ഓടി നടക്കാനും കളിക്കാനുമുള്ള സമയവും സാഹചര്യവും നമ്മൾ ഒരുക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഇവയ്ക്ക് പ്രധാനമായും 2 വാക്സിനേഷനുകളാണ് നൽകുന്നത്. ഒന്ന് റാബീസിൻ്റെയും മറ്റേത് ഡിസ്റ്റംബറിൻ്റെയും. ഇവയ്ക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ കീരികളുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷെ കാണുമ്പോൾ കീരിയെ പോലെ തന്നെ തോന്നും. ഡോഗ്സിനെ പോലെ നന്നായി സെൻസ് ചെയ്യാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നവരാണിവർ. ായി വളർത്തുന്നവർ ഇവരെ നല്ല രീതിയിൽ കെയർ ചെയ്യണം. ടോയ്സ്,
എല്ലാം നിർബന്ധമായും കൂടുകളിൽ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ കൂട്ടിൽ പെയറായിടണം. ഇല്ലെങ്കിൽ ഇവ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യതയുണ്ട്. എന്നത് വളരെ കെയർ ചെയ്ത് സ്നേഹത്തോടെ വളർത്താൻ പറ്റുന്ന ഒരു എക്സോട്ടിക് പെറ്റാണ്. ചെറുതും ക്യൂട്ടുമായ ശരീരവും പ്ലേഫുള്ളായ സ്വഭാവവുമാണ് ഇവയുടെ ഹൈലൈറ്റ്. ഫെററ്റുകൾ കമ്പനി വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. അതിനാൽ നമ്മൾ റെഗുലറായി അവയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യണം. ഇനിയും ഇത്തരത്തിലുള്ള എക്സോട്ടിക് ആനിമൽസിനെ കുറിച്ച് അറിയാനായി ഞങ്ങളുടെ ക്രിയേച്ചർ എൻക്ലേവ് എന്ന ചാനൽ ഫോളോ ചെയ്യൂ.